ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിന്റെയും വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം. അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ നയനയാണ്. അങ്ങനെ നയന ദൈവത്തിനോട് പ്രാർത്ഥിച്ച് നിൽക്കുന്ന ആ ഒരു സീനാണ് കേട്ടോ. ഏതായാലും ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്ന വേറെ ഒന്നുമല്ല, എത്രയും പെട്ടെന്ന് തന്റെ അമ്മായിയമ്മ തന്നെ സ്നേഹിച്ചു തുടങ്ങണം, അവർ ശബരിമല വിട്ടു വരുമ്പോഴേക്കും തന്റെ അമ്മായിയമ്മ തന്നെ ഇഷ്ടപ്പെട്ടു തുടങ്ങണം എന്നൊക്കെയാണ് പ്രാർത്ഥിക്കുന്നത്. അത് കഴിഞ്ഞ് നേരെ പിന്നെ പോകുന്നത് ശബരിമലയ്ക്ക് പോകുന്നവരുടെ മുമ്പിലേക്കാണ്. അങ്ങനെ ശബരിമലയ്ക്ക് പോകുന്നവർ ഇങ്ങനെ കെട്ടൊക്കെ കെട്ടി ഇങ്ങനെ നടന്ന് കാനന യാത്ര തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ അങ്ങനെ കുറച്ച് സീനുകളൊക്കെ കാണിക്കുന്നു. പിന്നെ കാണിക്കുന്ന സീന് നമ്മുടെ നയനെ അമ്പലത്തിൽ പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും ഗോവിന്ദൻ വന്ന് പറയും, അമ്പലത്തിൽ പോകുന്നൊക്കെ കൊള്ളാം, പക്ഷെ പടി ഇറങ്ങുമ്പോ സൂക്ഷിക്കണം, ഇനിയിപ്പൊ കുഴപ്പമൊന്നും ഇല്ലച്ചാ, ഇനിയിപ്പൊ എന്ത് സൂക്ഷിക്കാനാ. അപ്പൊ നമ്മുടെ കനകദുർഗ വന്നിട്ട് പറഞ്ഞു, അയ്യപ്പ ദർശനം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നല്ലൊരു അത്ഭുതം സംഭവിച്ചാൽ മതിയായിരുന്നു, അതിനുവേണ്ടിയാണല്ലോ നമ്മള് പ്രാർത്ഥിക്കുന്നത്. അപ്പൊ നമ്മുടെ നന്ദുവും പറഞ്ഞു, ചേച്ചി അങ്ങനെ തന്നെയാണല്ലോ പറയുന്നത്. അപ്പൊ ഗോവിന്ദൻ പറയും, അത്ഭുതങ്ങൾ ഒന്നും സംഭവിച്ചില്ല എങ്കിലും തെറ്റിദ്ധാരണയൊക്കെ കൊണ്ട് ഇടഞ്ഞു നിൽക്കുന്നവര് വഴിക്ക് വന്നാൽ മതിയായിരുന്നു. അതിനുള്ള ചാൻസ് ഒന്നും ഇല്ലച്ചാ. പിന്നെ അമ്മയുടെ മനസ്സ് മാറുന്നത് വരെ അങ്ങോട്ടേക്ക് പോണോ വേണ്ടോ എന്ന് ഞാൻ ചിന്തിക്കുന്നത്. അങ്ങനെ തന്നെയാണല്ലോ നമ്മൾ തീരുമാനിച്ചതും. ആദർശിന്റെ അമ്മ അങ്ങോട്ടേക്ക് ചെല്ലാൻ പറയുകയാണെങ്കിൽ മാത്രം മോൾ അങ്ങോട്ടേക്ക് പോയാൽ മതി, അല്ലാതെ വെറുതെ വലിഞ്ഞു കയറി ചെല്ലണ്ട. ഏതായാലും ആദർശം എടുത്തു തന്ന വീടല്ലേ ഇത്. ഇവിടേക്ക് ആദർശിന് എപ്പോ വരണമെന്ന് തോന്നിയാലും വരാം. ഇവിടെ ആരും ഒന്നും പറയില്ലല്ലോ, ആരോടും ഒന്നും ചോദിക്കാതെ തന്നെ. പിന്നെ എന്തിനാ പേടിക്കാനുള്ളത്. അപ്പൊ നമ്മുടെ നന്ദുവും പറഞ്ഞു, അത് മതി ചേച്ചി, ഇനി ചേച്ചിയുടെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒക്കെ ഉപദ്രവിക്കാൻ നിൽക്കുന്നവരുടെ അടുത്തേക്ക് എന്തിനാ ചേച്ചി പോകുന്നത്, അതിന്റെ കാര്യമുണ്ടോ. അപ്പൊ കനകദുർഗൻ പറഞ്ഞു, നയനമോളെ 7ാം മാസം കഴിഞ്ഞിട്ടുണ്ട്, നവ്യമോളും ഇങ്ങ് വരും. സാധാരണ കല്യാണം കഴിഞ്ഞ് പോയ പെൺകുട്ടികൾ സ്വന്തം വീട്ടിൽ വന്ന് നിന്നാൽ എല്ലാവർക്കും പ്രയാസമാണ്. പക്ഷെ ഇപ്പം നിങ്ങൾ രണ്ടുപേരും അടുത്ത് നിൽക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സമാധാനവും സന്തോഷവും മാത്രമാണ്. അപ്പൊ നയനയും പറഞ്ഞു, എനിക്കും അങ്ങനെ തന്നെയാ. അവിടെ കാരണമില്ലാതെ ഓരോരോ വഴക്കുണ്ടാകുന്നത്, അതിന് ചിലപ്പം ഞാനും കാരണമാവൂലേ. അതുകൊണ്ട് ഇവിടെ തന്നെ നിൽക്കുന്നതല്ലേ നല്ലത്, അവിടെ ഉള്ളവരുടെ സമാധാനവും കളയേണ്ട കാര്യമില്ലല്ലോ എന്നിങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കനകദുർഗ പറഞ്ഞു, അല്ല ഇപ്പൊ ആദർശമോൻ മല കയറി തുടങ്ങിയിട്ടുണ്ടായിരിക്കുവോ. പിന്നെ നടന്നല്ലേ പോകുന്നത്, അപ്പൊ എത്താറായി കാണില്ല കനകദുർഗയെ. ഈ ഈ പ്രാവശ്യത്തെ മലയ്ക്ക് പോക്ക് പോലെ ഇതുവരെ അത്രയും ടെൻഷനോടെ പോയിട്ടില്ലെന്ന് ആദർശേട്ടൻ പറഞ്ഞത്. അത് സത്യമാണല്ലോ മോളെ, അമ്മയ്ക്കും ഭാര്യയ്ക്കും മാത്രമല്ല, ആരോഗ്യ പ്രശ്നങ്ങൾ മുത്തശ്ശനും ഉണ്ടല്ലോ, അതിനെല്ലാം പ്രതിവിധി കാണാനല്ലേ മോൻ പോയിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ അമ്മയും ഭാര്യയും തമ്മിൽ സ്നേഹത്തിലാവണമെന്ന് മോൻ അതിയായ ആഗ്രഹമുണ്ട്. അതും കൂടെ സംഭവിച്ചു കഴിഞ്ഞാല് പിന്നെ നമുക്ക് വേറൊന്നുമില്ല. പിന്നെ ദൈവത്തിന് എല്ലാം അറിയാലോ, അതുകൊണ്ട് പ്രാർത്ഥന ദൈവം കേൾക്കാതിരിക്കില്ല, ദൈവം കേൾക്കും. എന്തെങ്കിലും ഒരു മാറ്റം ദേവയാനിക്ക് ഉണ്ടാകാതിരിക്കില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും കനകദുർഗ പറഞ്ഞു, അതെ ഞാൻ പോയി ഡ്രസ്സ് മാറ്റിയിട്ട് വരാം, ഇനിയിപ്പൊ അമ്പലത്തിൽ പോണ്ടേ. അപ്പൊ നമ്മുടെ ഗോവിന്ദൻ പറഞ്ഞു, പോകുന്നതൊക്കെ കൊള്ളാം, സൂക്ഷിച്ചോണം കേട്ടോ മോളെ. എനിക്ക് ഒരു കുഴപ്പമില്ല അച്ഛാ, 1 മാസമൊക്കെ കഴിഞ്ഞില്ലേ, ഇനി എന്ത് കുഴപ്പമാ, ഇനി ഒരു പ്രശ്നവും വരാൻ പോകുന്നില്ല, ഞാൻ അമ്പലത്തിലേക്കല്ലേ പോകുന്നേ, ദൈവം എന്നെ കാത്തോളും. അപ്പോഴത്തേക്കും നമ്മുടെ ഗോവിന്ദൻ അങ്ങ് മാറിപ്പോയിട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ നന്ദു അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ നന്ദുവിനോട് പറയാ, അതെ ഞാനൊരു കാര്യം മോളോട് പറയാം, ഇനി എത്ര കാരണവശാലും നമ്മള് അനിയെ കാണാൻ ശ്രമിക്കരുത്. ഞാൻ ആരെ കാണാൻ ശ്രമിക്കുന്നെന്നാ അച്ഛൻ ഈ പറയുന്നത്. അല്ല, എനിക്ക് തോന്നുന്നത് മോൾ ഇപ്പോഴും അവന്റെ മനസ്സിലുണ്ടെന്ന് തന്നെയാ. ആ പയ്യന്റെ മനസ്സിൽ മോള് മാത്രമേ ഉള്ളൂ, വേറെ ഒരു പെണ്ണുമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് കൂടി കൂടി വരാനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കല്ലെന്ന് ഞാൻ മോളോട് പറയുന്നത്, അല്ലാതെ വേറൊന്നുമല്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്, മോൾ ഒരു വിവാഹത്തെക്കുറിച്ച് സീരിയസ് ആയിട്ട് ആലോചിക്കണം. എന്താ അച്ഛാ ഈ പറയുന്നത്. അനിയുടെ കാര്യം പറഞ്ഞ് എന്നെ വിവാഹത്തിന് നിർബന്ധിക്കേണ്ട. എനിക്കിപ്പൊ കല്യാണം വേണ്ട. കല്യാണം കഴിഞ്ഞ് 2 പേരിപ്പോ ഇവിടെ വന്ന് നിൽക്കണമെന്നല്ലേ അച്ഛനും അമ്മയും പറയുന്നത്. വിവാഹം ഒരു കുരുക്കായിട്ട് അച്ഛൻ ഇപ്പോഴത്തെ പെൺകുട്ടികൾ കാണുന്നത്. അതുകൊണ്ട് ഞാൻ കുറച്ചു കാലം കൂടി മനസമാധാനമായിട്ടൊന്ന് ജീവിച്ചോടെ, എന്തിനാ എന്നെ ശല്യം ചെയ്യുന്നത്, പ്ലീസ് അച്ഛാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദു അങ്ങ് പോവുകയാണ് കേട്ടോ. ഗോവിന്ദന്റെ വിഷമം അറിയത്തുള്ളൂ. അങ്ങനെ ഗോവിന്ദൻ വിഷമത്തോടു കൂടി ഇങ്ങനെ നിൽക്കുന്നു. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല്, അമ്പലത്തില് പോയ നമ്മുടെ നയനെ നിന്ന് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. അമ്പലത്തിൽ പോയവർക്ക് ആപത്തൊന്നും വരുത്തരുത്, അമ്പലത്തിലല്ല മലയ്ക്ക് പോയവർക്ക് ആപത്തൊന്നും വരുത്തരുതേ, അവർക്ക് നല്ല ദർശനം കൊടുക്കണമേ, ആദർശേട്ടന്റെ ആഗ്രഹം പോലെ എല്ലാം നടക്കണമേ, എന്നോടുള്ള എൻ്റെ അമ്മായിയമ്മയുടെ ആ ഒരു വിരോധമൊക്കെ മാറി എന്നോട് സ്നേഹം വരണമേ, അതെങ്ങനെയെങ്കിലും ദൈവം വരുത്തി തരണമേ. ഞാൻ എന്ത് തെറ്റാ ചെയ്തിട്ടുള്ളത്, എൻ്റെ അമ്മായിയമ്മയും അമ്മയും ഒക്കെ ഞാൻ ഒരുപോലെയാണ് സ്നേഹിക്കുന്നത്, അത് നിങ്ങൾ കാണുന്നതല്ലേ. അതുകൊണ്ട് തന്നെ ഒരിക്കലും എന്നെ സങ്കടപ്പെടുത്തരുത് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ കനകദുർഗ ചോദിച്ചു, അല്ല മോളെന്താ പ്രാർത്ഥിച്ചത്. എനിക്ക് എന്താ പറയാനുള്ളത്, ആദർശേട്ടൻ അയ്യപ്പ ദർശനം കഴിഞ്ഞ്
മടങ്ങി വരുമ്പം എന്റെ അമ്മായിയമ്മ എന്നെ സ്നേഹിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചത്. വേറെ ഒന്നും എനിക്ക് വേണ്ട, അത് മാത്രം മതി. അത് തന്നെയാ മോളെ ഞാനും പ്രാർത്ഥിച്ചത്. മോൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകണം. നിന്റെ മനസ്സ് ദൈവങ്ങൾക്ക് ഇനി കണ്ടില്ല എന്നൊന്നും നടിക്കാൻ പറ്റില്ല. കാരണം അത്രയ്ക്ക് നല്ല മനസ്സാ എന്റെ മോളുടെ. അതുകൊണ്ട് ദൈവം എന്റെ മോളെ അനുഗ്രഹിക്കും, വേണ്ടുവോളം അനുഗ്രഹിക്കും എന്നൊക്കെ പറയാണ്. ഏതായാലും അത് കഴിഞ്ഞിട്ട് അമ്പലത്തിൽ നിന്ന് പ്രസാദവും ഒക്കെ മേടിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വരികയാണ് നമ്മുടെ കനകദുർഗയും നയനയും. അതിനിടയിൽ ശാന്തി ചോദിക്കുന്നുണ്ട്, അല്ല കുറെ ദിവസമായിട്ട് മോളെ ഇങ്ങോട്ടേക്കൊന്നും കാണുന്നില്ലല്ലോ, എന്ത് പറ്റി? അത് പിന്നെ മോൾക്ക് കുറച്ച് ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്ത് ക്ഷീണോ മോൾക്കുള്ളത്? അല്ല ഇനിയിപ്പം വിശേഷം എന്തെങ്കിലും മോൾക്കുണ്ടോ? ഹേയ് അങ്ങനെയൊന്നുമല്ല. അല്ല സാധാരണ ഈ സമയത്ത് പെൺകുട്ടികൾക്ക് വിവാഹം കഴിഞ്ഞ് ഇത്രയും ദിവസങ്ങളും ഇത്ര നാളുകളും ഒക്കെ ആയല്ലോ. അപ്പം സാധാരണ എല്ലാ പെൺകുട്ടികൾക്കും വിശേഷം ഉണ്ടാകേണ്ടതാണല്ലോ. അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. ഇനിയിപ്പൊ സങ്കടപ്പെടുവൊന്നും വേണ്ട, ദൈവത്തിനോട് മനസ്സുരുകി അങ്ങ് പ്രാർത്ഥിക്കുക. നയനമോള് പ്രാർത്ഥിച്ച ദൈവം കേൾക്കാതിരിക്കുവോ? ദേ നല്ല നല്ല സന്താന ഭാഗ്യം ഉണ്ടാകും എന്നൊക്കെ ശാന്തി പറയാണ്. ഇതിനിടയിൽ നമ്മുടെ കനകദുർഗ പറഞ്ഞു, അതെ ശാന്തി, എന്റെ മകൾക്കും മരുമകനും വേണ്ടി പ്രാർത്ഥിക്കണം, അവർക്കൊരു നല്ല ജീവിതം ഉണ്ടാകാന്. എനിക്കെല്ലാം അറിയാം നിങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നങ്ങളൊക്കെ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് മൂർത്തി സാറും അതുപോലെ തന്നെ മൂർത്തി സാറിന്റെ ഭാര്യ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്, കാര്യങ്ങളൊക്കെ എന്നോട് പറയാനും ഉണ്ട്. അതുപോലെ തന്നെ മൂർത്തി സാറിന് ഒരുപാട് ഇഷ്ടം മോളെ, ഒരുപാട് ഇഷ്ടം എന്ന് പറഞ്ഞു ഒരുപാട് ഇഷ്ടം. അവിടെ കയറി വന്ന മരുമകളിൽ ഏറ്റവും ഭാഗ്യമുള്ള മരുമകള് മോളാണെന്നാ പറയുന്നത്. അതുകൊണ്ട് സാറ് മുഴുവൻ മാർക്കും മോൾക്ക് തന്നിരിക്കുക. അങ്ങനെ മുഴുവൻ മാർക്കും മോൾക്ക് തരണം എന്നുണ്ടെങ്കിൽ മോളുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ നല്ലത് കാണും. കാരണം എല്ലാം കറക്റ്റായിട്ട് വേർതിരിച്ചറിയാവുന്ന ആളാ മൂർത്തി സാറ്. പതിരും നെല്ലും ഒക്കെ വേർതിരിച്ചറിയാം. അതുകൊണ്ട് തന്നെ മോള് വിഷമിക്കണ്ട, മോൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകും. ദേവിയുടെ അനുഗ്രഹം മോളുടെ കൂടെ ഉണ്ടാകും എന്നൊക്കെ പറയാണ്. അങ്ങനെ പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ നയനയും കനകദുർഗയും ഇറങ്ങി പോകുമ്പോഴത്തേക്കും, അമ്പലത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് ജലജയും ദേവയാനിയും കടന്നു വരികയാണ്. അങ്ങനെ നമ്മുടെ ജലജ പറയുക, നമ്മൾ ആര് കാണരുതെന്ന് ആഗ്രഹിച്ചോ അവര് മുന്നിലെത്തിയിട്ടുണ്ട്, ആരെ കാണണമെന്ന് ആഗ്രഹിച്ചോ അവര് മുന്നിലെത്തിയിട്ടുണ്ട്. അല്ല ജലജ, അവളെ പിടിച്ചോണ്ടാണല്ലോ അവളുടെ അമ്മ നടക്കുന്നത്, അവക്കെന്താ പ്രശ്നം? കുറെ നാളായിട്ട് വീട്ടിൽ പോയി നിൽക്കുകയല്ലായിരുന്നോ? ഇനിയിപ്പോ വിശേഷം എന്തെങ്കിലും കാണുമോ? അതാണോ അങ്ങനെ അവള് നടക്കുന്നത്? അല്ല ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ എടുത്തി, അവൾക്ക് എന്തൊക്കെയോ ഒരു മാറ്റമുണ്ട്. അപ്പൊ നമ്മുടെ ദേവയാനി സൂക്ഷിച്ചു നോക്കുകയാണ് കേട്ടോ. സൂക്ഷിച്ചു നോക്കിയപ്പോ ദേവയാനിക്ക് ഒരു സംശയം. അപ്പം ജലജ പറഞ്ഞു, ഇത് മിക്കവാറും ഗർഭം തന്നെയാ, ചിലപ്പോ അച്ഛന് ആദർശാകണമെന്നൊന്നുമില്ല, കാരണം വീട്ടിൽ പോയി നിൽക്കുന്നത് അല്ലേ അവള്. അപ്പോഴത്തേക്കും നമ്മുടെ ദേവയാനി പറഞ്ഞു, എന്തൊക്കെ നീ വിളിച്ചു പറയുന്നത്? അല്ലെങ്കിൽ പിന്നെ മലയ്ക്ക് പോയവൻ വ്രതം തെറ്റിച്ചെന്ന് വേണ്ട കരുതാന്. ആദർശ് അങ്ങനെ വ്രതം തെറ്റിക്കാനൊന്നും വഴിയില്ല. നീ ഒന്ന് മിണ്ടാതിരിക്കുക എന്റെ പൊന്നി ജലജ, നീ അങ്ങോട്ട് ഇറങ്ങ, അമ്പലത്തിൽ വന്നതാ നമ്മള്, ഇതുപോലെയുള്ള കാര്യങ്ങളല്ല സംസാരിക്കേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ ഇവര് വെളിയിലേക്ക് കാറിനകത്തുനിന്ന് വെളിയിലേക്ക് ഇറങ്ങുന്നത് തന്നെ നമ്മുടെ ദേവയാനിനെ പതിയെ പിടിച്ച് ജലജ ഇങ്ങനെ ഇറക്കാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ നയനയും കനകദുർഗയും കണ്ടു കേട്ടോ ഇവരെ. അപ്പോഴേക്കും കനകദുർഗ പറഞ്ഞു, ഏതായാലും തൊഴുത് ഇറങ്ങിയപ്പോ തന്നെ നിന്റെ അമ്മായിയമ്മേനെ കാണാൻ പറ്റിയില്ലോ, അത് ഭയങ്കര ഭാഗ്യം തന്നെയാ, മോളിങ്ങോട്ട് വാ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അമ്മ എന്നെ വിട്, എന്നെ പിടിച്ചേക്കുന്ന കണ്ടാലേ അവർക്ക് ചിലപ്പം സംശയം തോന്നും, അതുകൊണ്ട് ഞാൻ പതിയെ നടന്നോളാം, എന്നെ പിടിക്കാതെന്ന് പറഞ്ഞു. ഏതായാലും നമ്മുടെ കനകദുർഗയും ജലജയും നടന്നു വരുന്നു. കനകദുർഗയും ജലജയും അല്ല, ദേവയാനിയും ജലജയും നടന്നു വരുന്നു. അതുപോലെ തന്നെ നമ്മുടെ നയനയും കനകദുർഗയും പുറത്തേക്ക് ഇറങ്ങി പോന്നു. അപ്പം ദേവയാനി അടുത്ത് വന്നിട്ട് ചോദിച്ചു, ഇതെന്താ ഇവളെ പിടിച്ചിങ്ങനെ നടത്തുന്നത്, മോക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ? അത് പിന്നെ എന്റെ മോക്ക് പനിയായിരുന്നു, അതിന്റെ ക്ഷീണം എന്റെ മോക്ക്, അതുകൊണ്ടാ ഞാൻ പിടിച്ചു നടത്തുന്നത്. അല്ല പിന്നെ ആദർശുമോനും അച്ഛനും മറ്റുള്ളവരും ഒക്കെ മലയ്ക്ക് പോയതല്ലേ, അതുകൊണ്ട് ഇന്ന് ക്ഷേത്രത്തിൽ വരണമെന്ന് മോൾക്ക് ഒരേ ഒരു നിർബന്ധം, അതാ പനിയായിട്ട് കിടന്നിട്ടും മോളെ കൂട്ടിക്കൊണ്ട് വന്നത്. അപ്പം ജലജ ചോദിച്ചു, അല്ല ഇവക്ക് തല ചുറ്റലും ഒമിറ്റിങ്ങും വല്ലതും ഉണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. അപ്പോഴത്തേക്ക് ജലജ പറഞ്ഞു, അങ്ങനെ ഉണ്ടായാലും അത്ഭുതമൊന്നുമില്ല, അല്ല സ്വന്തം വീട്ടിൽ വന്ന് താമസിക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളായല്ലോ, അപ്പൊ പിന്നെ ചിലപ്പോ അങ്ങനെയൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മുടെ കനകദുർഗ പറഞ്ഞു, ക്ഷേത്രത്തിൽ വെച്ച് ഞാനൊന്നും പറയുന്നില്ല, വേണ്ടാത്ത കാര്യം എന്നോട് സംസാരിക്കരുത് എന്ന് പറഞ്ഞിട്ട് നയനയും കൂട്ടിക്കൊണ്ട് നമ്മുടെ കനകദുർഗ അങ്ങ് പോകാൻ തുടങ്ങി കേട്ടോ. ജലജയുടെ വായിന്ന് അതുപോലെയുള്ള വർത്താനമല്ലേ വരത്തുള്ളൂ. മിക്കവാറും കനകദുർഗയുടെ കയ്യിൽ നിന്ന് ഒരെണ്ണം കിട്ടേണ്ടതായിരുന്നു. എന്നിട്ട് ഇവരങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ജലജ പറഞ്ഞു, ഇതെന്തോ പറ്റി, കുറച്ചു ദിവസം മുമ്പ് ഇങ്ങനെ ഇവക്ക് വയ്യാന്ന് ഇങ്ങനെ പറയുന്നുണ്ട്, എന്തോ കാര്യമായിട്ട് കുഴപ്പമുണ്ട് എടുത്തി, ഇവക്ക് എന്തോ പ്രശ്നമുണ്ട്, എന്തോ നമ്മളെ അറിയിക്കാത്ത പ്രശ്നം, വലിയ പ്രശ്നം തന്നെ ഇവക്കുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാണ്.
എരുതിയിൽ എണ്ണ ഒഴിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം. എന്നിട്ട് നമ്മുടെ ദേവയാനിനെയും കൂട്ടിക്കൊണ്ട് അമ്പലത്തിന്റെ അകത്തേക്ക് കയറി പോവുകയാണ്. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുതുപാരയാണ് കേട്ടോ, മന്ദര എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമ്മുടെ അനാമിക ഇനിയിപ്പൊ ആർക്ക് പണി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങോട്ടേക്കാണ് നമ്മുടെ ആര് വരുന്നത്, രേവതി വരുന്നത്. അനാമിക ആലോചിക്കുന്നത് വേറെ ഒന്നുമല്ല കേട്ടോ, അടി കിട്ടിയ കാര്യമൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നത്. അപ്പൊ രേവതി വന്ന് ചോദിച്ചു, അല്ല നീ എന്താ അനിയെ ഒന്ന് വിളിക്കാത്തത്, എവിടെയാ എത്തിയെന്ന് നിനക്കൊന്നും അറിയത്തില്ലായിരുന്നോ? അമ്മയ്ക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ മേ, ഏത് നേരവും അവളെ സപ്പോർട്ട് ചെയ്യുന്ന അവനെ ഞാൻ എന്തിനു വിളിക്കണം? അങ്ങനെ വിളിക്കേണ്ട കാര്യമുണ്ടോ? വേണമെങ്കിൽ ഹബിയേട്ടനെ വിളിക്കാം, എന്നാലും അവനെ ഞാൻ വിളിക്കില്ല, അനിയെ ഞാൻ വിളിക്കില്ല. എങ്കിൽ പിന്നെ അവനെ വിളിച്ചിട്ട് എവിടെ എത്തിന്ന് ചോദിക്ക് അബീനെ. ഇപ്പൊ വിളിക്കാൻ ഞാൻ, എന്റെ മോളെ നമ്മൾ അന്വേഷിച്ചില്ല എന്നൊക്കെ പറയുന്നത് മോശമാ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആരെങ്കിലും ഒന്ന് വിളിക്കാന്. അപ്പൊ നേരെ അബീനെ വിളിക്കാണ് കേട്ടോ. അബീനെ വിളിക്കുമ്പോഴത്തേക്കും അബിയുടെ ഫോൺ സ്വിച്ച് ഓഫാ. അബിയുടെ ഫോണും അതുപോലെ തന്നെ വാച്ചും എല്ലാം മോഷണം പോയി. അബി പെട്ട് നിൽക്കുകയാണല്ലോ, അപ്പൊ അബീനെ വിളിച്ചാൽ കിട്ടില്ലല്ലോ. അപ്പോഴത്തേക്ക് നമ്മുടെ അനാമിക പറഞ്ഞു, ഇതെന്ത് പറ്റി, ഇതെന്ത് തമിഴിൽ എന്താണല്ലോ സംസാരിക്കുന്നത്, നമ്മുടെ ശബരിമല തമിഴ്നാട്ടിലല്ലല്ലോ കേരളത്തിലല്ലേ, പിന്നെ ഇതെന്താ പറ്റിയത്? അതറിയില്ലല്ലോ മോളെ, എന്താ പറ്റിയെന്ന്. എന്തെങ്കിലും പറ്റിയോ ഇനി? അമ്മ എടുക്കുന്നില്ല, ബിസിയാണെന്നാ പറയുന്നത്, ഫോണ് എൻഗേജ്ഡാ. അല്ല മോളെ, നമുക്ക് എത്ര വൈരാഗ്യം ഉണ്ടെങ്കിലും ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ വിളിക്കണം, എങ്കിലേ ഉള്ളിന്റെ ഉള്ളിൽ നമുക്ക് സ്നേഹം ഉണ്ടെന്നൊക്കെ തോന്നത്തുള്ളൂ. ഇനിയിപ്പം അവര് തിരിച്ചു വരുമ്പം മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ചോദിക്കുന്നത് വിളിച്ചോ എന്നായിരിക്കും. ഞാൻ വിളിച്ചില്ല എന്നറിയുമ്പോഴേ അവർക്ക് ടെൻഷൻ കാണും, ഭയങ്കരമായിട്ട് ടെൻഷൻ. ഒരു കാര്യം എനിക്ക് മനസ്സിലായിട്ടുണ്ട്, അനന്തപുരിയിൽ വിവാഹം കഴിഞ്ഞിട്ട് വന്ന ആരും ഇതുവരെ ഡിവോഴ്സ് ആയിട്ടില്ല. അത് ഇടയ്ക്കിടയ്ക്ക് ആ കിളവിയും പറയാറുമുണ്ട്, സംസാരിക്കാറൊക്കെയുണ്ട്. അവര് വലിയ അഭിമാനമായിട്ടാ പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു പൊട്ടിത്തെറി അറിഞ്ഞാല് അവര് പുറം ലോകം അറിയാതിരിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കും. അത് ശരിയാണല്ലോ, അതുകൊണ്ടാണല്ലോ ദേവയാനി ചേച്ചിയുടെ ഉള്ളിൽ വിഷം ചെന്നിട്ടും അവര് കേസ് കൊടുക്കാതിരുന്നത്. അത്തരം അവസരം നമ്മൾ മുതലെടുക്കണ്ടേ അമ്മേ? പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും അത് പൊതുജന ചർച്ച ചെയ്യുകയും ചെയ്താൽ അവർക്കല്ലേ നാണക്കേടുണ്ടാകുന്നത്? അനന്തപുരിയിലെ ഇളയ മരുമകളെ പീഡനം അനുഭവിക്കുന്നു എന്ന് ഒരു വാർത്ത വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് കോംപ്രമൈസിനും മൂർത്തി സാറ് തയ്യാറാകും എന്നാ എല്ലാവരും പറയുന്നത്. ദേ അങ്ങനെയൊന്നും വേണ്ട. ദേ നാണക്കേട് ഒരുപാടായി കഴിയുമ്പോ ഉണ്ടല്ലോ, അത് അവർക്കൊരു വിഷയമല്ലാതെ തീരും. ദേ അങ്ങനെയൊന്നും അല്ലമ്മേ, ഈ മൂർത്തി സാറിന്റെ കുടുംബത്തിൽ ഉണ്ടാകുന്ന സംഭവങ്ങളൊക്കെ സോഷ്യൽ മീഡിയയില് ഭയങ്കരമായിട്ടും ചർച്ച ചെയ്യുന്ന കാര്യങ്ങളാ. അവിടെ നയനയുടെ വിഷയമൊക്കെ ഉണ്ടായത്, കല്യാണ വിഷയമൊക്കെ ഉണ്ടായത് നമ്മുടെ ഓൺലൈൻ ചാനലിൽ കണ്ടതല്ലേ. ഒരു ചെറിയ വിഷയം പോലും അങ്ങനെ പരക്കെ ചർച്ച ചെയ്യുമ്പം ആ കുടുംബത്തിലെ മരുമകള് പീഡനം അനുഭവിക്കുന്നു എന്ന് പറയുമ്പോൾ അത് വലിയ വാർത്തയാവില്ലേ? അതിലൊക്കെയൊക്കെ കിടക്കണത് അവസാനം മതി മോളെ. ഇപ്പൊ നമുക്ക് വേണ്ടത് ആ കുടുംബത്തിന്റെ സ്വത്തിന്റെ ഒരു ഭാഗമാ. അതെങ്ങനെയെങ്കിലും നമ്മൾ കയ്യിലാക്കാൻ ശ്രമിക്കുക. അത് കിട്ടിക്കഴിഞ്ഞാല് പിന്നെ ബന്ധം പിരിഞ്ഞാലും ഒരു പ്രശ്നവും. അപ്പൊ നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ചെയ്യാം. പിന്നെ നിനക്കൊരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാല് പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. നീ അനിയിൽ നിന്ന് അകന്ന് നടക്കുന്നതില് ഒരർത്ഥവും ഇല്ല മോളെ. അവനെ പരമാവധി സ്നേഹിക്കാൻ നോക്ക്. അതൊഴിച്ച് എന്ത് നടക്കും അമ്മേ? അത് നടക്കില്ല. അവന് എന്നോടല്ല സ്നേഹം, അവളോടാ സ്നേഹം, അവളോട്. അവനെ മല ചവിട്ടുന്നത് എന്തിനാന്നോ? ഞാൻ ഒഴിഞ്ഞു പോണെന്ന് പ്രാർത്ഥിക്കാന്, അവന്റെ ജീവിതത്തിലേക്ക് വരണമെന്നും പ്രാർത്ഥിക്കാനാ, അല്ലാതെ വേറെ ഒന്നിനും അല്ല. അതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കണം പോലും, എന്റെ പട്ടി സ്നേഹിക്കും എന്നും പറഞ്ഞ് അങ്ങ് പോയിട്ടു അനാമിക. രേവതി ആണെങ്കിൽ ഇങ്ങനെ നിക്കുക, മോളെ ബ്രെയിൻ വാഷ് ചെയ്യാൻ നോക്കിയിട്ട് മോളോട്ട് വീഴുന്നുമില്ലാത്തൊരവസ്ഥ. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ ദേവയാനി ചലിച്ച അമ്പലത്തിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് ശാന്തി വന്ന് പുഷ്പാഞ്ജലി കഴിപ്പിച്ച ആ ഒരു പ്രസാദമൊക്കെ ഇങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ. പുഷ്പാഞ്ജലി കഴിപ്പിച്ച പ്രസാദമൊക്കെ കൊടുത്തിട്ട് ശാന്തി പറഞ്ഞു, മരുമോളും അമ്മയും ഇപ്പൊ അങ്ങോട്ട് പോയതേ ഉള്ളൂ, കണ്ടിരുന്നോ? കണ്ടിരുന്നു. അല്ല അവക്കെന്തോ അവശതയുണ്ടല്ലോ, അതിനെപ്പറ്റി അമ്മായിയമ്മയോട് മരുമകളൊന്നും പറഞ്ഞില്ലേ? കുറച്ചു ദിവസമായിട്ട് അവള് സ്വന്തം വീട്ടിലാ, അതുകൊണ്ട് ഒന്നും അറിയുന്നില്ല ഞാന്. എങ്കിൽ പിന്നെ കണ്ടപ്പോ നേരിട്ട് ചോദിക്കായിരുന്നല്ലോ ദേവയാനിക്ക് എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ ദേവയാനി ഒന്നും മിണ്ടിയില്ല കേട്ടോ. അപ്പൊ ശാന്തി പറഞ്ഞു, മൂർത്തി സാറും അതുപോലെ തന്നെ അവിടുത്തെ അമ്മയും ഒക്കെ ഇങ്ങോട്ടേക്ക് വരുമ്പോ വഴിപാട് നടത്തുന്നത് ദേവയാനിക്കും ദേവയാനിയുടെ മരുമകൾക്ക് വേണ്ടിയിട്ടൊക്കെ തന്നെയാ. രണ്ടുപേരുടെ പേരിലും മൃത്യുഞ്ജയ ഹോമം ഒക്കെ നടത്തുന്നത്. അപ്പോഴത്തേക്കും ജലജ പറഞ്ഞു, അല്ല ഏടത്തിയുടെ പേരിൽ അങ്ങനെയുള്ള പൂജകൾ നടത്തുന്നതിൽ അത്ഭുതമില്ല. ഏടത്തി ഇപ്പം മരിച്ചു ജീവിച്ച ആളല്ലേ, എന്നാല് അവക്ക് വേണ്ടി എന്തിനാ ശാന്തി അതൊക്കെ നടത്തുന്നത്? അതാണല്ലോ അറിയത്തില്ലാത്തത്. അതെനിക്കറിയില്ല ജലജെ. ഇനിയിപ്പോ എന്തെങ്കിലും ജാതകദോഷം ഉണ്ടോന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് ഇതൊക്കെ നടത്തുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ.
അപ്പോഴത്തേക്കും നമ്മുടെ ജലജ പറഞ്ഞു, അതെ ഏടത്തി, അവക്ക് എന്തെങ്കിലും മാറാരോഗം കാണും, അത് മറച്ചു വെച്ചിട്ടായിരിക്കും കല്യാണം നടത്തിയത്. ചിലപ്പോ ആദർശനും അച്ഛനും അമ്മയ്ക്കൊക്കെ അറിയായിരിക്കും, അറിയാതെ പോയത് നമ്മൾ മാത്രമായിരിക്കും, പല കാര്യങ്ങളും നമ്മൾ അറിയുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ഈ സമയം പിന്നെയും കാണിക്കുന്നത് ശബരിമലയ്ക്ക് പോകുന്നവരെയാണ് കേട്ടോ. അങ്ങനെ ഇങ്ങനെ ശബരിമലയ്ക്ക് പൊക്കോണ്ടിരിക്കുകയാണ്, സ്വാമിയെ അയ്യപ്പോ, സ്വാമിയെ അയ്യപ്പോ എന്നൊക്കെ വിളിച്ചുകൊണ്ട്. ഇതിനിടയിൽ നമ്മുടെ ആദർശിനെ നയനെ വിളിക്കുക. അങ്ങനെ നയനെ വിളിച്ചപ്പോ ആദർശം എടുത്തു. അപ്പൊ നയന് ചോദിച്ചു, അല്ല എവിടെയായി? അത് ഞങ്ങളിപ്പൊ നടക്കുക, ഇന്ന് ഉച്ചയോടെ ദർശനം കഴിഞ്ഞ് ഇറങ്ങും. അല്ല ഇപ്പൊ ഞാൻ വിളിച്ചത് ബുദ്ധിമുട്ടായോ? എന്ത് ബുദ്ധിമുട്ട്? ഒരു ബുദ്ധിമുട്ടും ഇല്ല, നീ വിളിച്ചില്ലെന്ന് ഓർത്തതേ ഉള്ളൂ. ആ അല്ല, രാവിലെ ഞാൻ അമ്മയ്ക്കൊപ്പം അമ്പലത്തിൽ പോയിരുന്നു, അവിടെ വെച്ച് ഞാൻ ഒരാളെ കണ്ട ആദർശേട്ടാ, ഒരുപാട് നാളുകൾക്ക് ശേഷം. ആരെ നീ കണ്ടത്? ആദർശേട്ടന്റെ അമ്മയെ. അമ്മ അമ്പലത്തിൽ വന്നോ? ഭർത്താവും മകനും അല്ലേ മലയ്ക്ക് പോയിരിക്കുന്നത്, അപ്പൊ പിന്നെ അമ്മയ്ക്ക് അമ്പലത്തിൽ പോകാതിരിക്കാൻ പറ്റുമോ? പ്രാർത്ഥിക്കാതിരിക്കാൻ പറ്റുമോ? പുറത്തൊക്കെ ഇറങ്ങി ചെറുതായിട്ട് നടക്കണമെന്ന് അമ്മ പറഞ്ഞിരുന്നു. അപ്പോഴത്തേക്കും അമ്മ അമ്പലത്തിലേക്ക് പോയോ? അമ്മയ്ക്ക് ഇപ്പം വലിയ കുഴപ്പമൊന്നുമില്ല ആദർശേട്ടാ, ഞാൻ അമ്മേനെ കണ്ടു, അപ്പച്ചിയും കൂടി ഉണ്ടായിരുന്നു. അല്ല നിന്നെ കണ്ടായിരുന്നു നയന? എന്നെയും കണ്ടായിരുന്നു ആദർശേട്ടാ, കൂടുതലൊന്നും സംസാരിച്ചില്ല. അല്ല ഏതായാലും ഞങ്ങൾ മടങ്ങി വരുമ്പം അത്ഭുതങ്ങൾ സംഭവിക്കണേന്നാ ഞങ്ങളുടെ പ്രാർത്ഥന. അല്ല ആർക്കും ക്ഷീണവും തളർച്ചയൊന്നും ഇല്ലല്ലോ? ഏയ് ഞങ്ങൾക്കാർക്കും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരുത്തൻ നടന്ന് തളർന്ന് ഒരിടത്ത് ഇരിപ്പുണ്ട്. അല്ല അതാരാന്നോ? അഭിയല്ലാതെ വേറെ ആരാ? ഒരുപാട് ദിവസം വ്രതം തെറ്റിച്ചെന്നല്ലേ പറഞ്ഞത് നവ്യ. അവൻ കാലിന് മസിൽ പിടിച്ച് കാട്ടിനകത്ത് ഒരു അമ്പലത്തിൽ ഇരിക്കുക, നടക്കാൻ പോലും പറ്റുന്നില്ല. ഇനിയിപ്പൊ മടങ്ങി പോകുമ്പോ വിളിക്കാന്ന് ഓർത്തോണ്ടാ. അവൻ ചെയ്ത തെറ്റിന് പ്രായച്ചിത്തമായിട്ട് അവിടെ ഇരുന്ന് ഭഗവാനെ വിളിക്കട്ടെ. ഏതായാലും ഞാൻ വിളിക്കാം, ഫോൺ വെക്കുക എന്ന് പറഞ്ഞ് ആദർശ് ഫോൺ വെച്ചു കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ആദർശ് പറഞ്ഞു, അതെ നയന ഇന്ന് അമ്പലത്തിൽ പോയപ്പം അവിടെ വെച്ച് അമ്മേനെ കണ്ടെന്ന്. അപ്പം ജയൻ പറഞ്ഞു, എനിക്കറിയായിരുന്നു ഇന്ന് അങ്ങനെയൊക്കെ സംഭവിക്കുന്നു, നമ്മള് ഇന്ന് അവിടെ ഇല്ലാത്തത് കൊണ്ട് ദേവയാനി അമ്പലത്തിൽ പോകുന്ന എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോഴാണ് അനിയോട് അജയൻ അനിയോട് ചോദിക്കുന്നത്, അല്ല നിന്നെ അനാമിക വിളിച്ചില്ലേ? ഇല്ല, എന്നെ വിളിച്ചില്ല. അപ്പൊ ജയൻ പറഞ്ഞു, അതെന്താ അനാമിക വിളിക്കാത്തത്? എന്തായിരിക്കും അത്? അല്ല സാധാരണ വിളിക്കേണ്ടതല്ലേ? അവക്ക് അങ്ങനെയാ, അവളുടെ സ്വഭാവം അങ്ങനെയാ. മറ്റുള്ളവർക്ക് എന്ത് സംഭവിച്ചാലും അവക്ക് ഒരു കുഴപ്പമില്ല. പിന്നെ അവക്ക് സ്വാർത്ഥത കുറച്ച് കൂടുതലാ. അങ്ങനെയുള്ള പെൺകുട്ടീനെയാണല്ലോ എല്ലാവരും കൂടെ എന്റെ തലയിലേക്ക് കെട്ടിവെച്ച് തന്നത്. എന്ത്? ആര് തലയിൽ കെട്ടിവെച്ചെന്നാ ഈ പറയുന്നത്? നീ തന്നെയല്ലേ നിനക്ക് വേണ്ട പെൺകുട്ടീനെ കണ്ടുപിടിച്ചത്? തുടക്കത്തിൽ നിനക്ക് അവളോട് ഭയങ്കര ഇഷ്ടമല്ലായിരുന്നോ? അതൊക്കെ കണ്ടപ്പോ ഞാൻ കരുതി നിങ്ങൾ തമ്മിൽ അടുപ്പം ഉണ്ടായിരിക്കുന്നു. അല്ല ഞാന് കല്യാണത്തിന്റെ തലേദിവസം അടുപ്പില്ലാന്ന് ഏട്ടനോട് ഞാൻ പറഞ്ഞതാണല്ലോ, കല്യാണം വേണ്ടാന്ന് പറഞ്ഞതാണല്ലോ. എടാ അത് കല്യാണത്തിന്റെ തലേദിവസം ആണോടാ പറയേണ്ടത്? അപ്പൊ ജയൻ പറഞ്ഞു, ഇനിയിപ്പൊ ഏതായാലും നിന്റെ കല്യാണമൊക്കെ കഴിഞ്ഞു, നിന്റെ കുടുംബജീവിതം തകരുന്നത് ഞങ്ങക്ക് സഹിക്കാൻ പറ്റില്ല മോനെ. പ്രത്യേകിച്ച് നിന്റെ വല്യമ്മയ്ക്ക് അത് താങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് ഇനി മുന്നോട്ടേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചേ പറ്റൂ. അപ്പോഴത്തേക്ക് നമ്മുടെ ആദർശ് പറഞ്ഞു, നവ്യയും ഇതേ സ്വഭാവക്കാരി അല്ലായിരുന്നോ? എന്നിട്ട് നവ്യ മാറിയില്ലേ? അതുപോലെ അനാമികയും മാറിക്കോളും, ബാ നമുക്ക് നടക്കാം എന്ന് പറഞ്ഞ് അവര് വീണ്ടും സ്വാമിയെ അയ്യപ്പോ എന്ന് പറഞ്ഞ് വിളിച്ചിങ്ങനെ നടന്നു പോവുകയാണ് കേട്ടോ. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ അനാമികേനെയാണ്. അപ്പം അനാമിക ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ നവ്യ വരിക. അതായത് അനാമിക അമ്പലത്തിൽ തന്നെയാണ് കേട്ടോ, അമ്പലത്തിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ചെന്നു. അപ്പോഴത്തേക്കും നമ്മുടെ നവ്യയും അമ്പലത്തിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി വരുന്ന ആ ഒരു സീനാ കാണിക്കുന്നത്. അപ്പൊ അനാമിക നവ്യനെ കണ്ട ഉടനെ എടി എന്ന് വിളിച്ചു. പെട്ടെന്ന് നമ്മുടെ നവ്യക്ക് ദേഷ്യം വന്നില്ലേ? ഒന്നാമത് അനാമിക കാണുന്നതേ നവ്യക്ക് കാലീന്ന് പെരുത്ത് കയറും. അങ്ങനെ നവ്യ അടുത്തേക്ക് ചെന്നു. അപ്പം അനാമിക പറഞ്ഞു, ഓഹോ അമ്പലത്തിൽ വന്ന് നീ ദൈവത്തിനെ ശല്യം ചെയ്യാല്ലേ? നീ അമ്പലത്തിലേക്ക് കയറുന്നത് കണ്ടിട്ടാ ഞാൻ ഇവിടെ കാത്തുന്നത്. ഞാനേ ആ വീട് വിട്ടു പോണെന്നല്ലേ നീ പ്രാർത്ഥിച്ചത്? നീ ചെയ്ത പ്രവർത്തിക്ക് നിന്റെ കൈയും കാലും തല്ലി ഒടിക്കുമല്ലേടി ചെയ്യേണ്ടത്? നയനെ എന്റെ വീട്ടിൽ കയറി പിടിച്ചു തള്ളാനെ നിനക്ക് എന്ത് അധികാരം ഉള്ളത്? നിന്റെ വീടോ? ആദർശേട്ടന് എടുത്തു കൊടുത്ത വീടല്ലേ അത്? അന്യന്റെ ചെലവിലല്ലേ നിന്റെ അച്ഛനും അമ്മയും അനീതിയൊക്കെ അവിടെ കഴിയുന്നത്, അല്ലാതെ അവരവരുടെ ചെലവിലാണോ? ആദർശേട്ടനെ സോപ്പിട്ട് ഉള്ളതെല്ലാം വശത്താക്കുമല്ലേ നിന്റെ അനീതിമാരും അച്ഛനും അമ്മയും എല്ലാവരും കൂടെ ചേർന്ന്. എടി അനാമികെ, സ്നേഹമുള്ള ഭർത്താക്കന്മാര് ചിലര് ഭാര്യയ്ക്ക് വേണ്ടി അങ്ങനെയൊക്കെ ചെയ്തെന്ന് വരും. എന്നിട്ട് എന്ത് പറ്റി? ആബിയേട്ടൻ നിനക്കൊന്നും ചെയ്തു തരാത്തത്? അതിനുത്തരം സിമ്പിൾ അല്ലേ. ആബിക്ക് എന്നോട് സ്നേഹമില്ല, അതുപോലെ തന്നെയല്ലേ എനിക്ക് നിന്നോട് സ്നേഹമില്ലല്ലോ. പക്ഷെ ആദർശേട്ടൻ അങ്ങനെയല്ല, സ്വന്തം കുടുംബത്തെയും ഭാര്യയുടെ കുടുംബത്തെയും ഒരുപോലെ സ്നേഹിക്കുന്നയാളാ. അപ്പൊ അനാമിക പറഞ്ഞു, എനിക്ക് വേണമെങ്കിൽ നിഷ്പ്രയാസം അനിയുടെ സ്നേഹം പിടിച്ചു പറ്റാം. അങ്ങനെ സ്നേഹം ഇരന്ന് വാങ്ങുന്ന ഒരുത്തിയല്ല ഞാന്. അത് മറ്റൊന്നും കൊണ്ടല്ലടി നവ്യെ. എന്നെ സ്നേഹിക്കാത്തവനൊപ്പം എനിക്ക് പിടിച്ചു നിൽക്കേണ്ട ഒരു കാര്യവുമില്ല. എന്റെ അച്ഛനും അമ്മയ്ക്കും എന്നെ അന്തസ്സായിട്ട് നോക്കാൻ അറിയാം. പക്ഷെ അതല്ല നിന്റെ അവസ്ഥ. നിന്റെ അച്ഛനും അമ്മയും നിന്നെ പിച്ചെടുത്തിട്ടല്ലേടി നോക്കേണ്ടത്. നിന്നെ അനന്തപുരി തറവാട്ടിലിട്ട് ചവിട്ടി താത്തിയാലും നിനക്ക് അവിടെ പിടിച്ചു നിന്നല്ലേ പറ്റൂ. അഷ്ടിക്ക് വകയില്ലാത്ത ഒരു അച്ഛന്റെ അമ്മയുടെ മകളല്ലേടി നീ.
അഷ്ടിക്ക് വകയുള്ളവര് പിന്നെ എന്തിനാ ആദർശേട്ടന് അമ്മ സോറി ആദർശേട്ടന്റെ അമ്മ നിനക്ക് തന്ന സ്വർണം സ്വന്തം അമ്മയുടെ കയ്യില് കൊടുത്തു വിട്ടത് വിൽക്കാന്? അഷ്ടിക്ക് വകയുള്ളവരാണോ ആ പരിപാടി ചെയ്യേണ്ടത് എന്നിങ്ങനെ ചോദിച്ചു. ഇത് കേട്ടപ്പോഴത്തേക്കും നമ്മുടെ അനാമിക ഞെട്ടിപ്പോയിട്ടോ. കാരണം ഇതൊക്കെ നമ്മുടെ നവ്യ എങ്ങനെ അറിഞ്ഞു എന്ന് പെട്ടെന്നൊന്നും ഓർക്കൂല്ലോ. അപ്പൊ ആ ഒരു അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുന്ന സീന് കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം കാണിച്ചിരിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷവുമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.